ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ്ബിയട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അപ്ലിഫ്റ്റിംഗ് ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ് പാക്കെന്നോ ഫേസ് സിറം എന്നൊക്കെ നിങ്ങൾക്ക് പറയാട്ടോ. രണ്ട് തരത്തിൽ നമുക്കിത് രണ്ട് തരം ഉള്ള പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു 40 വയസ്സിന് താഴെയുള്ളവർക്ക് കേട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലത്. പ്രായമുള്ളവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ളവർക്ക്, അതായത് ഒരു 25 തുടങ്ങി ഒരു 40 വരെയൊക്കെ ഉള്ളവർക്കാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇനി പ്രായമുള്ളവർക്ക് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ പിന്നെ ആർക്കും വഴക്കില്ലല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഹണിയും തേനും കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമല്ലേ, ഏറ്റവും എളുപ്പം ഉണ്ടാക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ വേണം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മുറി നല്ല തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് നമുക്കത് വെളിച്ചെണ്ണയാക്കാമല്ലോ. അത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമുക്കത് വെളിച്ചെണ്ണ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ല നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തുനിന്ന് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ വെളിച്ചെണ്ണയുടെ ഗുണം എന്താണെന്നോ, ഈ വെളിച്ചെണ്ണയിൽ ധാരാളം ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്, എ ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും സ്കിന്ന് സാഗ് ചെയ്യുന്ന തൂങ്ങുന്നതിനും തൂങ്ങാതിരിക്കുന്നതിന്, അതായത് സ്കിൻ ടൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും വെളിച്ചെണ്ണ നല്ല ഒന്നാന്തരം ഒരു റെമഡിയാണ്. നമ്മുടെ കാരണന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരെപ്പോഴും ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് മുഖത്ത് തേക്കുന്നത് നമുക്ക് കാണാം അല്ലേ, കുളിക്കുന്നതിന് മുന്നൊക്കെ. നമ്മുടെ തലമുറയിൽ ആ ശീലമൊക്കെ പോയി. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും കൂടുതൽ വരാൻ കാരണം. പിന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ മായം, അതും ഒരു പ്രശ്നമാണ്. നമ്മളെന്തോ ഉപയോഗിച്ചാലും അതിൻ്റെ ഫുള്ള് റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ അതാണ്, മായം. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞേ. ഇനി ഹണി, തേനും ഇതുപോലെ തന്നെ നമുക്ക് നല്ല വിശ്വസിക്കാവുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുക. ഡാബറിൻ്റെയൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. അതുപോലെ നമുക്ക് നല്ല ഒറിജിനൽ തേൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. അപ്പോൾ ഈ തേനെന്ന് പറയുമ്പോൾ അത് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാടുകൾ പോകുന്നതിനും എക്സ്ഫോലിയേഷനാണ്, സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇതിനെല്ലാത്തിലുപരി തേൻ കൊണ്ട് വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഈ സൺബേൺ, സൂര്യതാപം. ഓക്കെ, ഈ സൂര്യതാപം ഏറ്റ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ പാടുകളൊക്കെ പോകുന്നതിന് ഈ തേൻ ബെസ്റ്റാണ്. അപ്പോൾ അതാണ് തേൻ്റെ ഗുണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്നോ ഈ സിറം ഉണ്ടാക്കുന്നത്. നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. തേൻ അതൊന്ന് മിക്സ് ചെയ്യാൻ ഇച്ചിരി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യേണ്ട വരും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾ വീട്ടിൽ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാം. കാരണം ഇത് അധികം നേരം മുഖത്ത് കിടന്നെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഒരു 40 മിനിറ്റ് വരെ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്താൽ മതി. ഇല്ല നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കുളിക്കുമ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. സോപ്പ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് വാഷോ ഒക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇതാണ് എൻ്റെ ആദ്യത്തെ അപ്ലിഫ്റ്റിംഗ് സിറം. അടുത്തതായിട്ടൊരു പപ്പായ പാക്കാണ്. ഈ പപ്പായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേരില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇടാവൂ. പപ്പായ മുഖത്തിട്ട ഒത്തിരി അലർജി പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വേണം ഇടാൻ കേട്ടോ. നന്നായിട്ട് പഴുത്ത പപ്പായയാണ് നമുക്ക് വേണ്ടത്. ഈ പഴുത്ത പപ്പായ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പം നമുക്ക് മിക്സിയിലിട്ടോ ഒക്കെ നമുക്കത് അരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ പപ്പായയിൽ നമ്മൾ ലെമൺ ജ്യൂസാണ് ഒഴിക്കണത്. ഒരു 4 സ്പൂൺ നമുക്ക് ഈ അരച്ചെടുത്ത, അതായത് ഉടച്ചെടുത്ത പഴുത്ത പപ്പായ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുക. പിന്നെ നമുക്ക് തൈര് ഒരു 1/2 സ്പൂൺ ഒഴിക്കാം. പിന്നെന്താ, ഇത്രയും മതി. തൈരും ലെമൺ ജ്യൂസും പപ്പായയും
പപ്പായ ഉടച്ചത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ പാക്ക്. ഇനി ഈ പപ്പായയുടെ ഗുണം എന്താണെന്നോ, ഈ പപ്പായ എന്ന് പറയുമ്പോൾ ഇത് നിറയെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും, പിന്നെ ഈ പപ്പായ എന്ന് പറയുമ്പോൾ ഈ ഡാർക്ക് സ്കിന്നിനൊക്കെ വളരെ എഫക്റ്റീവാണ്. സ്കിന്നിന് കളർ കിട്ടുന്നതിനും എല്ലാത്തിനും നല്ല പഴുത്ത പപ്പായ ബെസ്റ്റാണ് കേട്ടോ. അടുത്തത് ലെമൺ. ലെമൺ എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും അത് തലയിലിടാവോ മുഖത്തിടാവോ എന്നൊക്കെ ഒത്തിരി കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. പക്ഷേ ഇത് നമ്മൾ എന്തിലെങ്കിലും മിക്സ് ചെയ്ത് വേണം നമ്മൾ മുഖത്തായാലും തലയിലായാലും സ്കാൾപ്പിലൊക്കെ ഇടാൻ. അതാണ് വേണ്ടത്. നേരിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നല്ല ഒന്നൊന്നര അസ്ട്രിജൻ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ പോഴ്സൊക്കെ, അതായത് സുഷിരങ്ങളൊക്കെ പിന്നെ സ്ട്രിങ്ക് ചെയ്യുന്നതിന്, അത് ടൈറ്റ് ആവുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ നമ്മുടെ ചെറുനാരങ്ങ, അതായത് ലെമൺ. അതുമാത്രമല്ല കേട്ടോ, ഇത് നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. സ്കിന്നിൽ അഴുക്കൊക്കെ നീങ്ങി, പോഴ്സിൽ അഴുക്കൊക്കെ നീങ്ങി പോകുന്നതിനും അതോടൊപ്പം തന്നെ ഡാർക്ക്നെസ് പോകുന്നതിനും എല്ലാത്തിനും ലെമൺ ഏറ്റവും നല്ലതാണ്. അതിനാണ് നമ്മൾ ലെമൺ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന തൈരാണ്. തൈര് എന്ന് വെച്ചാൽ പുളിയില്ലാത്ത തൈര്, കേട്, യോഗട്ട് എന്നൊക്കെ ഞാൻ പറയാം. അതും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളുണ്ട്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള പിന്നെ വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയുന്നതിനും, പിന്നെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും, സാഗ് ചെയ്യുന്നത് കുറയുന്നതിനും, ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും ഈ തൈര്, പുളിയില്ലാത്ത തൈര് നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 ഐറ്റംസിലും ഉള്ളത് നമ്മുടെ സ്കിന്നിനെ ഉള്ള നമ്മുടെ സെൽസിന്, പുതിയ സെൽസ് നല്ല പിന്നെ റീജനുവേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. റീജനുവേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു പാക്കാണ്. അപ്പോൾ സാഗ് ചെയ്യുന്നതും ഇത് തടയും. ഇതാണ് അപ്ലിഫ്റ്റിംഗ് പാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഈ തൈര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നോ, എപ്പോഴും പിന്നെ കുറേ 2-3 ദിവസമായത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. ഇന്നിപ്പം നമ്മൾ ഉറയൊഴിച്ച് നാളെ നമ്മൾ അതെടുക്കുകയാണെങ്കിൽ തൈര് കലക്കാണ്ട് അതിൻ്റെ മുകളിൽ വന്നടിയുന്ന അതുണ്ടല്ലോ, വെള്ളം താഴെ മുകളിൽ വന്ന, അതാണ് ഏറ്റവും നല്ലത്. ആ ക്രീമാണ് ഏറ്റവും നല്ലത്. അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ തൈര് ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയാണെങ്കിൽ നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് നിറയെ നീര് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അത് ചെറുനാരങ്ങ തിരഞ്ഞെടുക്കുമ്പോഴും ഈ പാക്കുകളൊക്കെ ഉണ്ടാക്കാൻ നല്ല പഴുത്ത ചെറുനാരങ്ങ എടുക്കുക. അപ്പോൾ നീര് നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസും നിങ്ങൾ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്തോളൂ. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക്, ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ആ വെളിച്ചെണ്ണയും തേനും കൂടെയുള്ളത് ചെയ്യാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.